ഹായ് ഹലോ, നമുക്കൊന്നൊരു പുതിന റൈസ് ഉണ്ടാക്കിയാലോ? കുട്ടികൾക്ക് ലഞ്ചിന് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഒരു പിടി പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പിടി തന്നെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ കുറച്ച് മതി. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ചെറിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചേരുവ ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലുള്ള ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അരി വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ മസാലയിലൊക്കെ ഒന്ന് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് റൈസ് ആണെങ്കിലും എടുക്കാം. അപ്പോൾ അതാ അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മിൻറ്റ് റൈസ് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റൈസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചിക്കൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.